CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും കഴിഞ്ഞ രാത്രിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത അഥവാ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്ര വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ അറിയുവാൻ വേണ്ടി ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഏതായാലും കഴിഞ്ഞ രാത്രിയോട് കൂടെ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗാന സ്ട്രൈക്കറായ ക്വാമെ പെപ്ര എന്ന സൂപ്പർ താരം അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്വാമി പെപ്രയുടെയും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ ഐബൻബാ ഡോഗ്ലിംഗും റിഹാബ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ക്വാമി പെപ്ര എന്ന സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് തന്റെ നാട്ടിൽ നിൽക്കാനാണ് ചാൻസ് കൂടുതലെന്നും കൂടാതെ തന്നെ താരം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നൊക്കെ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ ഏതായാലും താരം റിഹാബിന്റെ പ്രോസസിംഗിലാണ് ഉള്ളത്. അതും മുംബൈയിൽ വെച്ചാണ് റിഹാബിലിറ്റേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഐബൻബാ ഡോഗ്ലിംഗ് ഈ ഒരു സീസണിൽ ഇറങ്ങില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ക്വാമി പെപ്രയുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 40 ദിവസത്തോളം താരത്തിന് റെഹാബ് ആവശ്യമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്വാമി പെപ്രയെ നോക്കുകയാണെങ്കിൽ താരം ഈ ഒരു ISLന്റെ 10ാം സീസണിൽ വന്നതിനുടൻ തന്നെ താരം മികച്ച ഫോമിലൊന്നുമല്ലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്ഥിരം സ്വഭാവമായ ഒരു വിമർശനങ്ങളൊക്കെ താരത്തിന് നേരെയും ഉണ്ടായിരുന്നു. പക്ഷേ താരത്തെ വിമർശിച്ചവരോടെല്ലാം തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം താരം കൈയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു താരം അതിനുശേഷം കളിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ലൂണ പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഒരു സൂപ്പർ കോംബോ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനും കൂടാതെ തന്നെ ഈ ഒരു ഗാന സ്ട്രൈക്കറായ ക്വാമി പെപ്രക്കും. ഏതായാലും ഇന്നാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരിശീലനങ്ങളെല്ലാം തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് അഡ്രിയാൻ ലൂണയും ഈ ഒരു പരിശീലനത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പം ഉണ്ടാവും എന്നതാണ്. കൂടാതെ ഈ ഒരു പരിശീലനത്തിലെല്ലാം തന്നെ മികച്ച പ്രകടനം തന്നെ താരം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ISL കളിക്കളത്തിൽ ഇനി നമുക്ക് ലൂണയെ കാണാൻ സാധിച്ചേക്കാം. ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു ISLന്റെ 10ാം സീസണിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണയുടെയും കൂടാതെ തന്നെ ക്വാമി പെപ്രയുടെയും കൂടാതെ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെയും ഒരു കോംബോ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. ഏതായാലും ക്വാമി പെപ്ര തിരിച്ച് മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.